السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മനുഷ്യന്റെ മരണാനന്തരം അവന്റെ ബർസഖിയായ ജീവിതത്തിൽ, അതല്ലെങ്കിൽ അവന്റെ ഖബർ ജീവിതത്തിൽ അനുഭവിക്കുവാനിരിക്കുന്ന സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ ദൗർഭാഗ്യകരമായ ശിക്ഷകളും അതിന് ഹേതുവായിത്തീരുന്ന പാപങ്ങളും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അധ്വാനിക്കുവാനും പ്രവർത്തിക്കുവാനും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഖബറിൽ കൂട്ടിനായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു ജനാസ കൊണ്ടുപോകുമ്പോൾ അതിനെ അനുഗമിക്കുന്നത് 3 വസ്തുതകളാണ്, അതല്ലെങ്കിൽ 3 വിഭാഗമാണ്. ഒന്ന് അവന്റെ കുടുംബം, മറ്റൊന്ന് അവന്റെ ധനം, മറ്റൊന്ന് അവൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ. ഇതിൽ ആദ്യം പറഞ്ഞ 2ഉം ഖബറടക്കം നടക്കുന്നതോടുകൂടി മടങ്ങിപ്പോരുകയാണ്. 3ാമത്തത് മാത്രമാണ് ഖബറിൽ കൂട്ടിനുള്ളത്, അവന്റെ അമൽ മാത്രമാണ് കൂട്ടിനുള്ളത്. നാം ചെയ്തിട്ടുള്ള നമ്മുടെ അമലുകളാണ് നമ്മോടൊപ്പം ബാക്കിയാകുന്നത്. ഈ നിലക്ക് രക്ഷയാണെങ്കിൽ രക്ഷ, ശിക്ഷയാണെങ്കിൽ ശിക്ഷ, ഈ നിലക്കുള്ള സുദീർഘമായ ഒരു കാലയളവ് അല്ലാഹു എത്രയാണോ കണക്കാക്കിയതെങ്കിൽ അത്രയും കാലം നാം നമ്മുടെ ബർസഖിയായ ലോകത്ത് കഴിച്ചുകൂട്ടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിതം നമുക്ക് സൗഭാഗ്യപൂർണമാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ റെക്കോർഡിലേക്ക്, നമ്മുടെ കർമ്മങ്ങളുടെ, സൽക്കർമ്മങ്ങളുടെ അക്കൗണ്ടിലേക്ക് നാം മരിച്ചാലും ഈ കാലയളവിനുള്ളിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ അതല്ലെങ്കിൽ നമ്മുടെ ഹസനാത്തുകളുടെ പട്ടികയിലേക്ക്
വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്ക് മരണത്തോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ നിലച്ചുപോയി എന്ന് നമുക്കറിയാം. ഇനി നമുക്കൊരു അമല് ചെയ്യാനുള്ള അവസരം ഇല്ല. അതിന് ആശിച്ചിട്ടും പ്രയോജനമില്ല. മരണനേരത്ത് എല്ലാവരും കൊതിക്കുകയാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരവസരം തരുമോ എന്ന് യാചിക്കുകയാണ്. പരലോകത്ത് അല്ലാഹുവിന്റെ ശിക്ഷ നേരിൽ കാണുന്ന ഘട്ടത്തിലും അവിശ്വാസികളും ധിക്കാരികളും ഇതിനെ ആഗ്രഹിച്ചു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നരകാഗ്നിയിൽ വെച്ച് കഠിനകഠോരമായി ശിക്ഷിക്കപ്പെടുന്ന നേരത്തും അവിശ്വാസികളും ധിക്കാരികളും ഈ ആഗ്രഹം പ്രകടിപ്പിക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ ആ ആഗ്രഹ പ്രകടനങ്ങളൊക്കെയും വൃഥാവിലാണ്. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ലഭിക്കുവാനില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണത്തിന്റെ ശേഷവും വിശ്വാസികളായിട്ടാണ് നാം മരണപ്പെട്ടു പോയതെങ്കിൽ നമ്മുടെ മരണാനന്തരവും നമ്മുടേതായ സൽക്കർമ്മങ്ങളുടെ പുണ്യങ്ങളുടെ ഗണത്തിലേക്ക്, പട്ടികയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. മരണപ്പെട്ടാലും മരണാനന്തരവും മുറിഞ്ഞു പോകാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടെന്നറിയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് വിവരിച്ചു തന്നത് എപ്രകാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മരണപ്പെട്ടവർക്ക് പ്രയോജനം ചെയ്യുവാൻ വേണ്ടി, മരണപ്പെട്ടവർക്ക് ഉപകരിക്കുവാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാം, എന്തെല്ലാം ചെയ്താൽ അവർക്ക് ഉപകരിക്കും, ആരൊക്കെ ചെയ്താൽ ഉപകരിക്കും, ഇത് വളരെ കൃത്യമായി തന്നെ നാം അറിയേണ്ടതുണ്ട്. ആ മേഖലയിൽ മനുഷ്യൻ ഒരുപാട് ഉന്നീയത്തുകൾ അഥവാ വ്യാമോഹങ്ങൾ വെച്ച് നടക്കുകയാണ്. ഞാൻ എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലെങ്കിലും എനിക്ക് പണമുണ്ടല്ലോ, എന്റെ മരണാനന്തരം അതൊക്കെ വേണ്ടപ്പെട്ടവർ ഉഷാറായി ചെയ്താൽ എനിക്കവിടെ അങ്ങ് രക്ഷപ്പെടാമെന്ന വ്യാമോഹവുമായി നടക്കുന്ന ആളുകളുണ്ട്. ആ കാരണത്താൽ സകാത്തിൽ വീഴ്ച വരുത്തുന്നവരുണ്ട്. ഹജ്ജ് ചെയ്യൽ നിർബന്ധമായിട്ടും ഹജ്ജിന് പോകാത്തവരുണ്ട്. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രവർത്തികളും, അതൊക്കെ എന്റെ ശേഷക്കാരി എനിക്ക് വേണ്ടി ചില ക്രിയകൾ ചെയ്താൽ അതൊക്കെയും പരിഹരിക്കപ്പെടാൻ മാത്രം എനിക്ക് പണമുണ്ടല്ലോ, അതിന് രൂപത്തിലുള്ള മക്കളുണ്ടല്ലോ, എനിക്ക് വേണ്ടി ചെയ്യാൻ ആ രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ടല്ലോ, അതുകൊണ്ട് എന്ത് പാപിയായി ജീവിച്ചാലും എനിക്കൊക്കെ രക്ഷപ്പെടാനുള്ള വകുപ്പുകളുണ്ട് എന്ന വ്യാമോഹവും കൊണ്ട് നടക്കുകയാണ് മനുഷ്യൻ. വാസ്തവത്തിൽ ഉപകാരപ്പെടുന്നത് താൻ മനസ്സ് വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആ ഗണത്തിൽ ആശിക്കാവുന്ന, പ്രയോജനപ്പെടാവുന്ന, ചെയ്താൽ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് നാം അറിയേണ്ടത്. അതാണ് നമ്മുടെ ശേഷക്കാരെ പഠിപ്പിക്കേണ്ടത്. അതാണ് വരും തലമുറക്ക് പകർന്നു കൊടുക്കേണ്ടത്. അതാണ് നമ്മളും മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി നാം ചെയ്യേണ്ടത്. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം, മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി സത്യവിശ്വാസികൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യുകയാണെങ്കിൽ പരേതാത്മാവിനത് ഉപകരിക്കും എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബിളഹിരിൽ ഗൈബി മുസ്തജാബത്തുൻ ഇൻദ റഅസിഹി മലക്കുൻ മുവക്കലുൻ കുല്ലമാ ദഅ ലി അഖീഹി ബിഖൈർ ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ൽ. ഇമാം മുസ്ലിമിനെ പോലെയുള്ള പ്രസിദ്ധരായ പണ്ഡിതന്മാർ, മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണിത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രാർത്ഥന, ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥന ലിഅഖീഹി, തന്റെ സഹോദരന് വേണ്ടി ഒരു മുസ്ലിം ദുആ ചെയ്യുമ്പോൾ ഏതവസ്ഥയിൽ ബിളഹിരിൽ ഗൈബി, അവന്റെ അസാന്നിധ്യത്തിൽ,
അവന്റെ അസാന്നിധ്യത്തിലതാ ഞാനിതാ എന്റെ കൺമുമ്പിലില്ലാത്ത, ഞാനിപ്പോൾ കാണാത്ത ഒരു സഹോദരൻ, ഒരുപക്ഷെ അദ്ദേഹം എന്റെ കൺമുമ്പിലുള്ള മറ്റൊരു സ്ഥലത്തായേക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോയ വ്യക്തിയായേക്കാം. ആരാവട്ടെ, ഒരു മുസ്ലിമായ മനുഷ്യനതാ തന്റെ അസാന്നിധ്യത്തിലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നേരത്ത് അതാ ഇൻദ റഅ്സിഹി, ആ പ്രാർത്ഥിക്കുന്ന മുസ്ലിമിന്റെ അടുക്കലുണ്ട് മലക്കുൻ മുവക്കലുൻ, അതിനുവേണ്ടി പ്രത്യേകം ഏൽപ്പിക്കപ്പെട്ട ഒരു മലാഖയുണ്ട്, ഒരു മലക്കുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ടോ കുല്ലമാ ദഅാ ലി അഖീഹി, ഈ മനുഷ്യൻ, ഈ മുസ്ലിമായ മനുഷ്യൻ തന്റെ സഹോദരന് വേണ്ടി ബിഖൈരിൻ, നന്മ കൊണ്ട് പ്രാർത്ഥിക്കുന്ന നേരത്തൊക്കെയും ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി, ഈ കാര്യം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മലക്കഥ വിളിച്ചു പറയുകയായി, ആമീൻ, അല്ലാഹുവേ ഉത്തരം ചെയ്യണമേ, ഈ സഹോദരന്റെ പ്രാർത്ഥന നീ കബൂലാക്കണേ അല്ലാ, ഉത്തരം ചെയ്യണേ അല്ലാ എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, വലക ബിമിസ്ലിൻ, തത്തുല്യമായത് റബ്ബ് നിനക്കും നൽകുമാറാകട്ടെ. നീ ഒരു മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, നാം ഒരു സഹോദരന്റെ, അദ്ദേഹം സ്ഥലത്തില്ലാത്ത നിലക്ക് ജീവിച്ചിരിക്കുന്നയാളാവട്ടെ, മരണപ്പെട്ടു പോയ വ്യക്തിയാവട്ടെ, ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുമ്പോ അതാ മലക്ക് ആമീൻ ചൊല്ലുന്നുണ്ട്. അതിന്റെ പുറമെ അല്ല നിനക്കും പുറത്തു തരട്ടെ എന്ന് പറയുന്നുണ്ട്. അസാന്നിധ്യത്തിലുള്ള ഒരു വ്യക്തിയുടെ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ രോഗം ശമിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ മലക്ക് ആമീൻ പറയുന്നുണ്ട്. നിനക്കുള്ള രോഗങ്ങളും വരാനിരിക്കുന്ന രോഗങ്ങളും അല്ലാഹു അത് തടുക്കുകയും ശമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, കുല്ലമാ ദഅാ ലി അഖീഹി ബിഖൈർ, തന്റെ സഹോദരന് വേണ്ടി നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും അതാ തന്നെ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആമീൻ ചൊല്ലുകയും നിനക്കും തത്തുല്യമായത് നൽകിക്കൊണ്ട് റബ്ബ് നിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ജനാസക്ക് വേണ്ടി നാം നമസ്കരിക്കുമ്പോ ആ നമസ്കാരത്തിന്റെ കാതൽ എന്താണ്? ഈ ജനാസക്ക് വേണ്ടി, ആ മയ്യത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യലല്ലേ? അല്ലാഹുവേ പുറത്തു കൊടുക്കണേ, കരുണ ചെയ്യണേ, സൗഖ്യം നൽകണേ, ഖബറിൽ സൗഖ്യ പ്രദാനം ചെയ്യണേ, എല്ലാവിധത്തിലുള്ള നിർഭയത്വവും നൽകണേ അല്ലാ, പാപങ്ങളിൽ നിന്ന് മോചനം നൽകണേ റബ്ബേ, പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരണം നൽകണേ റബ്ബേ, നല്ല രൂപത്തിലുള്ള സംവിധാനങ്ങൾ നിന്റെ പരലോകത്ത് നീ കൊടുക്കണേ അല്ലാ. ഈ രൂപത്തിലുള്ള ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ സഹോദരന് വേണ്ടി ദുആ ചെയ്യുകയല്ലേ? അത് തന്നെയും ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ളവർ ആരൊക്കെയുണ്ടോ അവർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ദുആ ചെയ്യുമ്പോ മുസ്ലിമായ മനുഷ്യനതാ, ആ മുസ്ലിമായ മനുഷ്യന് വേണ്ടിയാണ് ഒരാൾ ദുആ ചെയ്യുന്നതെങ്കിൽ കാഫിറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, കാഫിറിന് വേണ്ടി പാപമോചനത്തിന് തേടാൻ പാടില്ല. അതേ അവസരത്തിൽ മരണപ്പെട്ടുപോയ മുസ്ലിമായ മനുഷ്യന് വേണ്ടിയാണെങ്കിൽ അത് നമ്മുടെ ഒരു ചര്യകളിൽപ്പെട്ടതാണ്, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. മുഅ്മിനീങ്ങൾ അത് ചെയ്യുന്നവരും ചെയ്യേണ്ടവരുമാണ്. സൂറത്തുൽ ഹശറിലെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അതാ അവർക്ക് ശേഷം വന്നിട്ടുള്ള ആളുകളുടെ സ്വഭാവം എന്താണ്? യഖൂലൂന, അവർ പറയുന്നവരാണ്, റബ്ബനഗ്ഫിർ ലനാ, ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങളോട് പൊറുക്കണേ, നീ ഞങ്ങൾക്ക് പൊറുത്തു തരേണമേ, ഞങ്ങൾക്ക് മാത്രമല്ല വലിയ ഇഖ്വാനിനാ, ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പുറത്തു കൊടുക്കണേ. ആരാണവർ? അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളെക്കാൾ ഈമാനിൽ മുൻകടന്നുപോയ ആളുകൾ, ഞങ്ങളുടെ മുമ്പേ മുഅ്മിനുകളായി ലോകത്ത് ജീവിച്ചു മരിച്ചു പോയവർ ആരൊക്കെയുണ്ടോ അറിയുന്നവൻ നീയാണ് റബ്ബേ. ഞങ്ങൾക്ക് പരിചയമുള്ളവരും ഉണ്ട്, പരിചയമില്ലാത്തവരും ഉണ്ട്. എത്രയോ ആളുകൾ ഞങ്ങളുടെ മുമ്പേ മുഅ്മിനീങ്ങളായി കഴിഞ്ഞു കടന്നുപോയിട്ടുണ്ട്, അവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആരോടും ഞങ്ങളുടെ ഖൽബിൽ
കൽബുകളിൽ വിദ്വേഷമുണ്ടാക്കല്ല റബ്ബേ. മുൻഗാമികളെ ചീത്ത പറയുന്ന സ്വഭാവം, മുൻകഴിഞ്ഞു പോയ മുഅ്മിനീങ്ങളെ പഴിക്കുന്ന സ്വഭാവം, അവരുടെ ഈമാനിനെ ചോദ്യം ചെയ്യുന്ന സ്വഭാവം, സ്വഹാബത്തിനെ ചോദ്യം ചെയ്യുന്നവരില്ലേ, സ്വഹാബത്തിനെ ചീത്ത പറയുന്ന കക്ഷികളില്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട പ്രഗൽഭരായ സ്വഹാബിമാരെ പോലും കാഫിറുകളും ഫാസിഖുകളുമെന്ന് മുദ്രകുത്തിയ ഒരുപാട് പിഴച്ച കക്ഷികൾ ലോകത്തില്ലേ. അതിലൊന്നും പെടുത്താതെ മുൻകഴിഞ്ഞു പോയ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് മനസ്സിൽ ഒരു പകയും റബ്ബേ ബാക്കിയാക്കരുത്. ഒരു വിശ്വാസിയോടും ഒരു പകയും ഞങ്ങളുടെ ഖൽബിൽ നീ ഉണ്ടാക്കല്ല റബ്ബേ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, നീ ഏറ്റവും വാത്സല്യമുള്ളവനാണല്ലോ, കരുണ ചെയ്യുന്നവനാണല്ലോ. ഇത് സത്യവിശ്വാസികൾ പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ്. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാനി വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമുക്ക് പരിചയമുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ സർവവിശ്വാസികൾക്ക് വേണ്ടിയും നമ്മളതാ പൊറുക്കലിനെ ചോദിക്കുന്നു. ഇനി സഹോദരങ്ങളെ, നമ്മൾ നമസ്കരിക്കുമ്പോ തശഹ്ഹുദിൽ എന്താ പറയുന്നത്? തശഹ്ഹുദിൽ നമ്മൾ അതാ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിയുന്നില്ല, അത് ചിന്തിച്ചിട്ടില്ല, അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല മനുഷ്യൻ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. നമ്മളതാ ഈ സമയത്ത് നമ്മൾ നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ പറയുന്നില്ലേ, അസ്സലാമു അലൈനാ, ഞങ്ങളുടെ മേൽ രക്ഷയുണ്ടാകണേ അല്ലാ, ഞങ്ങളുടെ മേൽ സമാധാനം ചൊരിയണേ, ഞങ്ങളുടെ മേൽ രക്ഷ നൽകണേ. വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ, സാലിഹീങ്ങളായ സർവ്വ അടിമകളുടെ മേലും, അള്ളാന്റെ സാലിഹീങ്ങളായ അടിമകളുടെ മേലും അതാ രക്ഷ നൽകണേ അല്ലാ. അതിൽ ഇന്ന് നമ്മളാ തശഹ്ഹുദിൽ പ്രാർത്ഥന നടത്തുമ്പോ ജീവിച്ചിരിക്കുന്ന സാലിഹീങ്ങളും പെട്ടു, മരണപ്പെട്ടു പോയ സാലിഹീങ്ങളും പെട്ടു, എല്ലാ ആളുകളും അതിൽ ഉൾപ്പെടുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി, അത് നമ്മുടെ ബാപ്പയായാലും ഉമ്മയായാലും ഇനി മക്കളല്ലാത്ത അന്യാളുകൾ പ്രാർത്ഥിക്കുന്നതാണെങ്കിലും ആര് ചെയ്താലും അതാ ആ രൂപത്തിൽ പടച്ച റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ട് അതാ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അവരുടെ പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കുന്നത്, അവരുടെ പരലോകമോക്ഷത്തിന് പ്രാർത്ഥിക്കുന്നത്, അവരുടെ സ്വർഗലബ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവരുടെ നരക വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർക്കും ഖൈറാണ്, പ്രാർത്ഥിക്കുന്ന നമുക്കും ഖൈറാണ്. ഇതാണ് പരേതാത്മാക്കൾക്ക്, അതല്ലെങ്കിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന്. മറ്റൊന്നെന്താണ്? ഖദാഉ വലിയിൽ മയ്യിത്തി സൗമൻ നദിരി അൻഹു. മയ്യത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾ അതാ ആ മയ്യത്തിന് നേർച്ചയാക്കിയ നോമ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് വീട്ടാവുന്നതാണ്. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് നേർച്ചയാക്കിയ നോമ്പുകൾ ഉണ്ടായിരുന്നു എങ്കിൽ അതാ ആ മനുഷ്യൻ, ആ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, അങ്ങനെ നേർച്ചയായിട്ട് അദ്ദേഹത്തിന് ബാധ്യതയുണ്ടായിരുന്നു. ആ നേർച്ച നിർവഹിക്കാൻ സാധ്യമാകാതെയാണ് ആ മനുഷ്യൻ മരണപ്പെട്ടതെങ്കിൽ മൻമാത വഅലൈഹി സിയാമുൻ, ആരെങ്കിലും മരണപ്പെട്ടാൽ അവന്റെ മേലാകട്ടെ നോമ്പ് നിർബന്ധ ബാധ്യതയായി കിടക്കുകയാണെങ്കിൽ സ്വാമ അൻഹു വലിയ അവന്റെ പിൽക്കാലക്കാര്, അവനോട് ബന്ധപ്പെട്ട മക്കൾ, അതല്ലെങ്കിൽ അവന്റെ സഹോദരൻ സഹോദരി, ഇവർക്കൊക്കെയും അത് അനുഷ്ഠിച്ചു വീട്ടാവുന്നതാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, വെറും നോമ്പെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് അതിന്റെ മറ്റേ വശമുണ്ടായത്, അഥവാ നേർച്ച നോമ്പാണ് പെടുന്നതെന്ന്? ഒരു ഹദീസിൽ പറഞ്ഞ കാര്യത്തെ മറ്റൊരു ഹദീസിൽ തന്നെ വിശദീകരിക്കുന്നു. അതാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അന്നംറഅതൻ റകിബത്തിൽ ബഹ്റ,
ഒരു സ്ത്രീ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ അവൾ ഒരു നേർച്ചയാക്കി 1 മാസം നോമ്പെടുക്കാൻ നേർച്ചയാക്കുകയുണ്ടായി. പക്ഷേ ആ യാത്ര അവസാനിച്ചതിന്റെ ശേഷം ആ സഹോദരിക്ക് ആ നേർച്ചയാക്കിയ നോമ്പ് അനുഷ്ഠിക്കാൻ സാധ്യമാകാതെ ആ വ്യക്തി മരണപ്പെട്ടുപോയി. ഫജാഅത്ത് ഖറാബത്തുൻ ലഹാ, ആ സഹോദരിയുടെ ബന്ധുക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വരുന്നു. ഹദീസിൽ കാണാം, ഇമ്മാ ഉഖ്തുഹ, ഒന്നുകിൽ അവളുടെ സഹോദരിയാണ് വന്നത്, അവിബിനതുഹ, അതല്ലെങ്കിൽ അവളുടെ മോളാണ് വന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ സമീപിച്ചുകൊണ്ട് ഈ സംഗതി പറയുകയാണ്. ആ നേരത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അറഅയ്തുകി ലൗ കാന അലൈഹാ ദൈനുൻ കുൻതി തഖദീനഹു, അറഅയ്തുകി, എന്താണ് നിന്റെ അഭിപ്രായം, ലൗ കാന അലൈഹാ ദൈനുൻ, അവരുടെ മേൽ വല്ല കടങ്ങളും ബാക്കിയുണ്ടായിരുന്നുവെങ്കിൽ, കുൻതി തഖദീനഹു, നിങ്ങളത് വീട്ടൽ ബാധ്യസ്ഥയല്ലേ, നിങ്ങളത് വീട്ടാൻ ബാധ്യസ്ഥരായവരല്ലേ? കാലത്ത് അവർ പറഞ്ഞു, നഅമ്മദേ. ആ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്കിൽ ഫദൈനുല്ലാഹി അഹഖു അൻ യുഖദാ ഫഖദി അൻ ഉമ്മികി, ഫദൈനുല്ലാഹ്, അല്ലാഹുവിനോടുള്ള കടം, അല്ലാഹ്ക്ക് കൊടുക്കാനുള്ള കടം, അഥവാ ഒരു മുസ്ലിമിന് തന്റെ റബ്ബിനോടുള്ള കടമകളിൽപ്പെട്ടത് അത് കടബാധ്യതയാണല്ലോ. ആ കടബാധ്യതയാണ് അഹഖു അൻ യുഖദാ, നിർവഹിക്കപ്പെടാൻ ഏറ്റവും അവകാശപ്പെട്ടത് അതാണ്. അതുകൊണ്ട് ഫഖ്ദി അൻ ഉമ്മികി, നിന്റെ ഉമ്മാക്കുള്ള ആ കടബാധ്യത, ആ നിർബന്ധമായ ആ നേർച്ചയാക്കിയ നോമ്പാകുമ്പോ, നോമ്പ് സുന്നത്ത് നോമ്പുകൾ അത് നേർച്ചയാക്കിയാൽ നിർബന്ധമായി പോയല്ലോ. അതുകൊണ്ട് ആ നിർബന്ധമായ ബാധ്യത നീ വീട്ടിക്കോളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന മകളോട് പറയുന്നു. അപ്പോ ആ നിലക്ക് നിർബന്ധമായ ബാധ്യതയായി നോമ്പ് അവശേഷിച്ചിട്ട് നേർച്ചയാക്കിയ നോമ്പുണ്ടായിരുന്നു. അത് നിർവഹിക്കാനാവാതെ മരണപ്പെട്ടാൽ അത് മക്കൾക്കത് വീട്ടാം. അതിന്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് ആ വ്യക്തിയിലേക്ക് എത്തുന്നതാണ് എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഅദ് ഇബ്നു ഉബാദത്ത് റളിയല്ലാഹു അൻഹു വരുന്നു. എന്നിട്ട് അദ്ദേഹം ഇസ്തഫ്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് മതവിധി അന്വേഷിക്കുകയാണ്, ഫത്വ ചോദിക്കുകയാണ്. എന്താണ് ചോദ്യം? ഇന്ന ഉമ്മി മാതത് വഅലൈഹാ നദ്റുൻ, എന്റെ ഉമ്മ മരണപ്പെട്ടു നബിയേ, അവരുടെ മേൽ നേർച്ചയുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഫഖാല, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇഖ്ദിഹി അൻഹാ, അവർക്ക് വേണ്ടി നീ അത് വീട്ടിക്കോളണം, നീ അത് നിർവഹിച്ചോളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇനി പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം എന്താണ്? ഖദാഉദ്ദൈനി അൻഹു മിൻ അയ്യി ശഖ്സിൻ വലിയൻ കാന ഔ ഗൈറുഹു. ഒരു വ്യക്തി മരണപ്പെട്ടോ, അയാൾക്കതാ കടബാധ്യതയുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആർക്കൊക്കെയോ കടം വീട്ടാനുണ്ടെങ്കിൽ സാമ്പത്തികമായ രൂപത്തിലുള്ള ബാധ്യതകൾ ബാക്കി വെച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ മരണപ്പെട്ടതെങ്കിൽ, അയാളുടെ ബന്ധുക്കളാവട്ടെ, ഇനി ബന്ധുക്കളുടെ കയ്യിലില്ലെങ്കിൽ മറ്റാർക്കും ആ കടബാധ്യത ഏറ്റെടുത്തുകൊണ്ട് വീട്ടിയാൽ അതിന്റെ പ്രതിഫലം ആ ബാധ്യത അദ്ദേഹത്തിൽ നിന്ന് ഒഴിവാകുന്നതാണ്. അതിന്റെ തെളിവുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എമ്പാടും വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. നാലാമത്തെ കാര്യം എന്താണ്? മാ യഫ്അലുഹുൽ വലദു സ്വാലിഹു മിനൽ അഅ്മാലി സ്വാലിഹാ, സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി, അതാ സത്യവിശ്വാസികളായ സ്വാലിഹികളായ മക്കൾ ചെയ്യുന്ന പ്രവർത്തനം, മിനൽ അഅ്മാലി സ്വാലിഹാ, അതാ സൽക്കർമ്മങ്ങളിൽ നിന്ന് നല്ലവരായ മക്കൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും, അതുകൊണ്ട് എല്ലാ രൂപത്തിലുള്ള പ്രയോജനങ്ങളും തത്തുല്യമായത് മാതാപിതാക്കൾക്ക് എത്തുന്നു. ജീവിതകാലത്ത് മക്കളെ ആ നിലക്ക്
പ്രോത്സാഹിപ്പിച്ച ഉമ്മയാണെങ്കിൽ, അതിനുവേണ്ടി പ്രേരിപ്പിച്ച ഉപ്പയാണെങ്കിൽ, ആ രൂപത്തിലുള്ള നല്ല ഒരു സദാചാരത്തിലൂടെ വളരാനും സത്യവിശ്വാസത്തിലൂടെ വളരാനും സൽക്കർമ്മങ്ങളിലൂടെ വളരാനും തർബിയത്ത് നൽകിക്കൊണ്ട്, സംസ്കരണം നൽകിക്കൊണ്ട്, ആ രൂപത്തിൽ അതിന് ആശ വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് മരിച്ചുപോയിട്ടുള്ള രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരുടെ മക്കളതാ ആ മക്കൾ മരിക്കുന്നത് വരെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും തുല്യമായ ഒരു പ്രതിഫലം ഈ മക്കൾക്ക് ഒട്ടും കുറയാതെ മാതാപിതാക്കൾക്കും എത്തുന്നു, മാതാപിതാക്കൾക്കും അത് എത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? മക്കൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. മക്കൾ ഒരാളുടെ സമ്പാദ്യത്തിൽപ്പെട്ടത് തന്നെയാണ്. ആ മക്കളുടെ വളർച്ച, ആ മക്കളുടെ തർബിയത്ത്, ആ മക്കൾക്ക് ആവശ്യമായ സംസ്കരണം, അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം, അവരുടെ വളർച്ചയിൽ ഇസ്ലാമിൽ നിന്നവർ തെറ്റിപ്പോകാതിരിക്കാൻ ആവശ്യമായ ശുഷ്കാന്തിയും ആഗ്രഹവും അഭിലാഷവും ഒക്കെ കൊണ്ടു നടന്ന് അതൊരു വലിയ അധ്വാനമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഇന്ന വലദഹു മിൻ കസ്ബിഹി, ഒരു മനുഷ്യന്റെ സന്താനം അവന്റെ സമ്പാദ്യത്തിൽപ്പെട്ടത് തന്നെ. ഒരു മനുഷ്യന്റെ സമ്പാദ്യം അവന്റെ സന്താനം അവന്റെ സമ്പാദ്യത്തിൽപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനതാ അബൂലഹബിനെ സംബന്ധിച്ച് പഴിച്ചു പറഞ്ഞെടുത്ത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂലഹബിന്റെ കഷ്ടത്തെ പറ്റി പറയുകയാണ്. അവൻ നശിച്ചോ, അവൻ നശിച്ചിരിക്കുന്നു, അവൻ തുലഞ്ഞുപോയിരിക്കുന്നു, അവനെ ഒന്നും നാളെ പരലോകത്ത് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറയുന്നു, അവന്റെ സമ്പാദ്യം, അവന്റെ ധനം അവൻ ഉപകരിച്ചില്ല, അവന്റെ ധനം അവന് പ്രയോജനപ്പെട്ടില്ല, ഒന്നും നേടിക്കൊടുത്തില്ല. പിന്നെ വമാ കസബ എന്ന് പറഞ്ഞല്ലോ, അവന്റെ കസുബും അവൻ ഉപകരിച്ചില്ല എന്ന് പറഞ്ഞെടുത്ത് ആ മാ കസബ എന്താണെന്ന് ചർച്ച ചെയ്തെടുത്ത് അതാ ഒരു തഫ്സീറിൽ നമുക്ക് കാണാം, അതവന്റെ മക്കളാണ്. അവന് വലിയ സന്താനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, മക്കളുണ്ടായിരുന്നല്ലോ, അതുപയോഗപ്പെടുത്തിയിട്ടല്ലേ ദുന്യാവിൽ റസൂലുള്ളാഹിക്കെതിരെ അവൻ ധിക്കാരം കാണിച്ചത്. അവന്റെ പ്രത്യേകമായ സമ്പത്ത് കാണിച്ചുകൊണ്ട് അവൻ ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചവനാണ്. അവന്റെ മക്കളെ കാണിച്ചുകൊണ്ട് അവൻ പ്രവർത്തിച്ചവനാണ്. പക്ഷേ അവന് ഉപകരിച്ചില്ലല്ലോ, അവന് പ്രയോജനപ്പെട്ടില്ലല്ലോ, അവന്റെ സമ്പത്തും ഉപകരിച്ചില്ല, അവന്റെ മക്കളും ഉപകരിച്ചില്ല എന്നിടത്തേക്ക് സൂചനയാണ് വമാ കസബ എന്ന് പറയുന്നത്. അതുകൊണ്ടൊരു മനുഷ്യന്റെ കസബിൽപ്പെട്ടതാണ്, അവന്റെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ് അവന്റെ മക്കളെങ്കിൽ, ആ മക്കൾ സ്വാലിഹീങ്ങളുമാണെങ്കിൽ, ഈ മരിച്ചുപോയ വ്യക്തി മുഅ്മിനും മുസ്ലിമുമാണെങ്കിൽ, ഈ മക്കളുടെ പ്രവൃത്തികളുടെ എല്ലാത്തിന്റെയും അതേ രൂപത്തിലുള്ള പ്രതിഫലം ഈ ചെയ്യുന്ന മക്കൾക്കൊട്ടും കുറയാതെ തന്നെ മക്കളതുവിന്റെ പ്രതിഫലം അതിന്റെ ഉപ്പാക്ക് അത് ഉദ്ദേശിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ അതങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതൊരു വലിയ നിഅമത്താണ്, അതൊരു വലിയ സമ്പാദ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധയുണ്ടാകണം. അതിന്റെ പുറമെ മക്കൾ ചെയ്യുന്ന ചില പ്രത്യേകമായ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം പ്രത്യേകം ചില ഹദീസുകളിൽ വന്നിട്ടുമുണ്ട്. അതേതാണ്? സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി മക്കളുടെ പ്രത്യേകമായ പ്രാർത്ഥന എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്വതക്ക കാണാം. അതുപോലെ തന്നെ അവരിൽ നിന്ന് അവർ നിർവഹിക്കുന്ന നോമ്പ്, ആ നിലക്ക് അവരുടെ മേൽ നിർബന്ധമായിട്ടുള്ള നോമ്പുകൾ അത് നിർവഹിക്കേണ്ടത് ആ നിലക്ക് മക്കൾ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രത്യേകതയുണ്ട്. നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. ഒരു സഹാബി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, ഇന്ന ഉമ്മി ഇഫ്തുലിതത് നഫ്സുഹാ വലം തൂസി വഅദുന്നുഹാ ലൗ തകല്ലമത് തസദ്ദഖത് ഫഹൽ ലഹാ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ ഖാല നഅം ഫതസദ്ദഖ് അൻഹാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, റസൂലുള്ളാന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറയാണ്, ഇന്ന ഉമ്മി, എന്റെ ഉമ്മ ഉഫ്തുലിത്തതയദമാ, പെട്ടെന്ന് മരിച്ചുപോയി നബിയെ, പെട്ടെന്നാണ് എന്റെ ഉമ്മയുടെ മരണം നടന്നത്. അവർക്ക് വേണ്ടി എന്തെങ്കിലും സ്വതക്ക ചെയ്യാൻ എന്നോട് വസിയത്തൊന്നും പറഞ്ഞിട്ടില്ല, അവരൊരു വസിയത്തൊന്നും നടത്തിയിട്ടുമില്ല. വാളുന്നുഹാ, ഞാൻ എന്റെ ഉമ്മയെക്കുറിച്ച് വിചാരിക്കുന്നത് എന്താണ്, ലൗ തകല്ലമത്ത്, അവർക്കെങ്ങാനും സംസാരിക്കാൻ, എന്നോടാ നേരത്ത് വല്ലതും സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നുവെങ്കിൽ, തസദ്ദഖത്ത്, അവർ ധർമ്മം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു, അവർ ധർമ്മം ചെയ്യുമായിരുന്നു. പക്ഷേ അതിന് അവസരം കിട്ടാതെ മരിച്ചുപോയിരിക്കുന്നു. അതുകൊണ്ട് ഫഹല്ലഹാ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ, അവർക്ക് വേണ്ടി ഞാൻ സ്വതക്ക ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നഅം, അതെ, കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കണ്ടോ, മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയതാ മക്കൾ ചെയ്യുന്ന സ്വതക്ക. ആ സ്വതക്ക മുസ്ലിമായ മുഅ്മിനുകളായ മാതാപിതാക്കൾക്ക് വേണ്ടി, അതാ സാലിഹീങ്ങളായ സന്താനങ്ങൾ ചെയ്യുന്ന സ്വതക്ക, അത് ഉപകരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇനിയതാ മറ്റൊരു സംഭവത്തിൽ നമുക്ക് കാണാം, സഅദ് ഇബ്നു ഉബാദത്ത് റളിയല്ലാഹു തആല അൻഹു, അതാ അദ്ദേഹം തവഫിയതു ഉമ്മുഹു വഹുവ ഗായിബുൻ അൻഹാ, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മരണപ്പെട്ടു. ഏതവസരത്തിലാ മരണപ്പെട്ടത്? സഅദ് റളിയല്ലാഹു അൻഹു ഗായിബുൻ അൻഹാ, സ്ഥലത്തില്ല. സഅദ് റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ലാത്ത നേരത്ത് ഉമ്മ മരണപ്പെട്ടു. ഫഖാല, അപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇന്ന ഉമ്മീ തുവഫിയത്, എന്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു. വ അന ഗായിബുൻ അൻഹാ, ഞാൻ സ്ഥലത്തില്ലാത്ത സമയത്താ മരിച്ചത്. ഫഹൽ യൻഫഉഹാ, അവർക്ക് ഉപകരിക്കുമോ നബിയേ? ഇൻ തസദ്ദഖ്തു ബിശൈഇൻ അൻഹാ, വല്ലതും അവർക്കായി ഞാൻ ധർമ്മം ചെയ്താൽ അത് ഉപകരിക്കുമോ നബിയേ? ഖാല, റസൂലുള്ളാഹി പറയുന്നു, നഅം, അതെ, ഉപകരിക്കും. ആ നേരത്തെ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് പറയാണ്, ഫഇന്നീ ഉശ്ഹിദുക അന്ന ഹായിത്തൽ മിഖ്റാഫി സദഖത്തുൻ അലൈഹാ, അതാ അല്ലാഹുവിന്റെ റസൂലേ, എനിക്കുള്ള സമ്പത്തിന്റെ കൂട്ടത്തിൽ നന്നായി ഫലങ്ങൾ കിട്ടുന്ന, നന്നായി കായ്കനികൾ കായ്ച്ചു നിൽക്കുന്ന ഒരു തോട്ടമുണ്ട് നബിയേ. അങ്ങയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ആ തോട്ടം സദഖത്തുൻ അലൈഹാ, എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുക്കുകയാണ്. അപ്പൊ മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി ആ നിലക്ക് ഒരാൾ ധർമ്മം ചെയ്യുന്നവനും മുസ്ലിമാണ്. ആർക്ക് വേണ്ടിയാണോ ധർമ്മം ചെയ്യപ്പെടുന്നതെങ്കിൽ ആ മരണപ്പെട്ടു പോയ വ്യക്തിയും മുസ്ലിമാണെങ്കിൽ അത് ഉപകരിക്കുമെന്നാണ് പറയുന്നത് മക്കളുടേത്. ഇനി നോക്കൂ, സമാനമായ മറ്റൊരു സംഭവം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അന്ന റജുലൻ ഖാല للنبي صلى الله عليه وسلم إن أبي مات وترك مالا ولم يوصي فهل يكفر عنه أن نتصدق عنه قال نعم. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, എന്റെ ബാപ്പ മരണപ്പെട്ടിരിക്കുന്നു നബിയേ, വതറക മാലൻ, ധനം കുറെ ബാക്കിയിട്ട് പോയിട്ടുണ്ട്, ഒന്നും വസിയത്ത് ചെയ്തിട്ടുമില്ല. ഫഹൽ യുകഫിറു അൻഹു അൻ നതസദ്ദഖ അൻഹു, ഞാൻ അവർക്ക് വേണ്ടി ധർമ്മം ചെയ്യുന്നത് അവർക്ക് പരിഹാരമാകുമോ? അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നിമിത്തമാകുമോ? ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നഅം, അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം നൽകുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അന്നൽ ആസ് ഇബ്നു വായിൽ അസ്സഹ്മി എന്ന് പറയുന്ന സഹാബി ഔസാ, അദ്ദേഹം വസിയത്ത് ചെയ്തിരുന്നു, ജീവിതകാലത്ത് അദ്ദേഹം വസിയത്ത് ചെയ്തിരുന്നു. എന്തിന്? ഒരു 100 അടിമയെ എന്റെ പേരിൽ മോചിപ്പിക്കണമെന്ന്. വലിയ സമ്പന്നനാണ്. അടിമമോചനം എന്ന് പറയുന്നത് അതാ വലിയ പുണ്യമുള്ള സംഗതിയാണല്ലോ. ആ കാലഘട്ടത്തിൽ അടിമകളെ വിലക്കെടുത്ത് വാങ്ങിയിട്ട് അവരെ സ്വതന്ത്രരായി മോചിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള കാര്യമായിട്ട് വിശുദ്ധ ഖുർആൻ തന്നെ
എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് അസ് റളിയല്ലാഹു തആല അൻഹു 100 അടിമകളെ സ്വതന്ത്രരാക്കാൻ വസിയത്ത് ചെയ്തിരുന്നു. അങ്ങനെ അസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളിൽ ഒരാളാണ് ഹിശാം റളിയല്ലാഹു അൻഹു. ഹിശാം റളിയല്ലാഹു അൻഹു അതാ 50 അടിമകളെ അദ്ദേഹം മോചിപ്പിക്കുന്നു. ബാക്കിയതാ അംർ റളിയല്ലാഹു അൻഹു മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ അംർ റളിയല്ലാഹു അൻഹുവിനൊരു സംശയമുണ്ട്. അദ്ദേഹം അത് ഞാൻ ചെയ്താ മതിയോ എന്ന് ചോദിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോയി. ഹത്താസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് അന്വേഷിക്കാൻ ചെന്നു. അങ്ങനെ ഞാൻ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നബി ഔസാൻ യുഅതഖഅൻഹു ബിഅതറഖബ, 100 അടിമകളെ സ്വതന്ത്രരാക്കപ്പെടണമെന്ന് ഉപ്പാന്റെ വസിയത്തുണ്ട് നബിയേ. അതിൽ 50 ആളെ ഹിശാം ഇത്ക്ക് ചൊല്ലിയിരിക്കുന്നു, ഹിശാം മോചിപ്പിച്ചിരിക്കുന്നു. ബാക്കി 50 ഉണ്ട്. അഫഉതിഖു അൻഹു, അത് ഞാൻ ഇത്ക്ക് ചൊല്ലട്ടെയോ? ഞാനത് ചെയ്താൽ ഉപകരിക്കുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നഹു ലൗ കാന മുസ്ലിമൻ ഫഅതഖതും ഔ തസദ്ദഖതും അൻഹു ഔ ഹജജതും അൻഹു ബലഗഹു ദാലിക. ആ വ്യക്തി മുസ്ലിമായ മനുഷ്യനായിരുന്നുവെങ്കിൽ ആ മുസ്ലിമായ മനുഷ്യന് വേണ്ടി നിങ്ങൾ അടിമയെ മോചിപ്പിച്ചാലും ധർമ്മം ചെയ്താലും അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളതാ ആ നിലക്ക് നിങ്ങൾ ഹജ്ജ് ചെയ്താലും അതെത്തുന്നതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ വന്നതിങ്ങനെയാണ്, ഫലൗകാന അഖറ ബിത്തൗഹീദ്, ആ മരണപ്പെട്ടു പോയ വ്യക്തി തൗഹീദിൽ അടിയുറച്ച് അംഗീകരിച്ച മനുഷ്യനാണെങ്കിൽ ഫസുംത, നീ നോമ്പെടുത്താലും വതസദ്ദഖത അൻഹു, അദ്ദേഹത്തിന് വേണ്ടി നീ ധർമ്മം ചെയ്യുന്നതും നഫഅഹു ദാലിക, അത് അദ്ദേഹത്തിന് ഉപകരിക്കുന്നതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, 4ഓളം സംഭവങ്ങൾ ഇപ്പോൾ ഈ വിഷയത്തിൽ വന്നു. അതിലെല്ലാം കാണുന്നത് പ്രിയപ്പെട്ടവരെ മക്കൾ ചെയ്യുന്ന പ്രവർത്തനമാണ്, മക്കൾ ചെയ്യുന്ന സ്വതക്കയാണ്. മക്കൾ ചെയ്യുന്ന സ്വതക്കയല്ലാതെ മറ്റുള്ളവരുടെ സ്വതക്കയും കിട്ടുമെന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ തെളിവുകളും പ്രമാണങ്ങളും പരിശോധിച്ചറിഞ്ഞിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാര് പറയുന്നത് ഒരു വിഷയത്തിൽ കൃത്യമായ നിലക്ക് നസ്സ് വന്നിട്ടുള്ളത് മക്കളുടെ സ്വതക്കയാണ്. അതുകൊണ്ട് അതിൽ പരിമിതപ്പെടുത്തലാണ് നല്ലത്, അല്ലാത്തതിന് തെളിവുകളുടെ പിൻബലമില്ല എന്നഭിപ്രായപ്പെടുകയാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ നമ്മളൊരു പക്ഷേ ആലോചിക്കേണ്ടതുണ്ട്, ഇങ്ങനെയൊക്കെ മക്കൾ ചെയ്താൽ കിട്ടുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഉപ്പാക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് അതിന്റെ പ്രതിഫലം ഹദിയ ചെയ്തുകൂടാ? യാസീൻ ഓതിയിട്ട് അതിന്റെ പ്രതിഫലം ഹദിയ ചെയ്തുകൂടാ? മരണപ്പെട്ടവർക്ക് വേണ്ടി ഖത്തം ഓതിയിട്ട് അതിന്റെ പ്രതിഫലം അവർക്ക് ഹദിയ ചെയ്തുകൂടാ? ഒന്ന് കിട്ടുമെങ്കിൽ മറ്റേതും കിട്ടില്ലേ? ഇത് കിട്ടുമെന്നും മറ്റേത് കിട്ടില്ലെന്നും പറയാൻ എന്താണ് ന്യായമെന്നൊക്കെ ആളുകൾ ചോദിക്കാറില്ലേ? അതാ ജനാസ നിസ്കരിക്കുമ്പോ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഫലം കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്തിട്ടും അതിന്റെ പ്രതിഫലം കൊടുക്കണേ എന്ന് പറഞ്ഞുകൂടാ? ഇങ്ങനെയൊക്കെ വസ്വാസാക്കുന്ന കക്ഷികളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തുകൂടാ എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിലതാ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവൻ അധ്വാനിച്ചതിനല്ലാതെ അവകാശമില്ല എന്ന അർത്ഥം വരുന്ന ആശയം വരുന്ന വചനത്തിന്റെ വ്യാഖ്യാനത്തിലതാ ശാഫിഈ മദ്ഹബിലെ തന്നെ പണ്ഡിതനായ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം തഫ്സീർ കൊടുക്കുകയാണ്. വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ മാന്യ പരിപാവനമായ ഈ പവിത്രമായ സൂക്തത്തിൽ നിന്നാണ് ഇസ്തൻബത്ത ശാഫിഈ റഹിമഹുല്ലാ, ഇമാം ശാഫിഈ ഗവേഷണം ചെയ്ത് മതവിധി കണ്ടെത്തിയത്. വമനിത്തബഅഹു, അദ്ദേഹത്തെ പിൻപറ്റിയവരും എന്താണ് കണ്ടെത്തിയ വിധി? അന്നൽ ഖിറാഅത, നിശ്ചയമായും ഖുർആനോത്ത് ലാ യസിലു, എത്തുകയില്ല, ഇഹ്ദാഉ തവാബിഹാ, അതിന്റെ പ്രതിഫലം ഹദിയ ചെയ്യുന്നത് എത്തുകയില്ല, ഇലൽ മൗതാ, മരണപ്പെട്ടവരിലേക്ക് ഖുർആൻ ഓതിയിട്ട് അതാ
ഇലാ ഹദറത്തി ഇന്നയാള്, ഇലാ ഹദറത്തി ഇന്നയാള് എന്നിങ്ങനെ ഓരോരുത്തരുടെയും ഹദറത്തിലേക്ക് അല്ലാഹുമ്മ ഊസിൽ, അല്ലാഹുവേ നീ എത്തിച്ചു കൊടുക്കണേ. ഈ ഓതിയതുപോലെ തുല്യമായതിന്റെ ഒരു പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ എന്നിങ്ങനെ ഫാത്തിഹ ഓതിയിട്ടും ഇഖ്ലാസ് ഓതിയിട്ടും മുഅവ്വിദത്തൈനി പാരായണം ചെയ്തിട്ടും യാസീൻ ഓതിയിട്ടുമൊക്കെ ഇതിന്റെ പ്രതിഫലത്തിന് തുല്യമായത് ഇന്നോർക്കുമൊക്കെ എത്തിച്ചു കൊടുക്കണേ എന്ന് ഇങ്ങനെ പരേതാത്മാക്കൾക്ക് വേണ്ടി അതാ താൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലം അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം അവർക്ക് എത്തൂല. ശാഫി ഇമാം റഹിമഹുള്ള പറയുന്നു, അദ്ദേഹത്തെ പിൻപറ്റിയവരും പറയുന്നു. കാരണം എന്താണ്? ലിഅന്നഹു, തീർച്ചയായും അത് ലൈസ മിൻ അമലിഹിം, അവരുടെ അമലിൽപ്പെട്ടതല്ല, വലാ കസ്ബിഹിം, അവരുടെ സമ്പാദ്യത്തിൽപ്പെട്ടതുമല്ല. വലിഹാദാ, ഇക്കാരണത്താൽ ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു, അല്ലാഹുവിന്റെ റസൂല് തന്റെ സമുദായത്തോട് ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചിട്ടില്ല, ആഹ്വാനം ചെയ്തിട്ടില്ല. വലാ ഹസ്സഹും അലൈഹി, അതിനുവേണ്ടി പ്രോത്സാഹനം നടത്തിയിട്ടുമില്ല. വലാ അർശദഹും ഇലൈഹി, അക്കാര്യത്തിന് ഒരു ഇർശാദും അല്ലാഹുവിന്റെ റസൂല് നൽകിയിട്ടില്ല, ഒരു കൽപ്പനയും നൽകിയിട്ടില്ല. ബിനസ്സിൻ, വ്യക്തമായ കൽപ്പന കൊണ്ടോ, വലാ ഈമായിൻ, ഒരു സൂചന പോലും അല്ലാഹുവിന്റെ റസൂൽ അക്കാര്യത്തിൽ കൊടുത്തിട്ടില്ല. വലം യുൻഖൽ ദാലിക, ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. അന്നഹദിൻ മിനസ് സഹാബ റളിയല്ലാഹു അൻഹും, ഒരൊറ്റ സഹാബിയിൽ നിന്നും ഇങ്ങനെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് അതിന്റെ പ്രതിഫലം അവർക്ക് ഇതാ ഞാൻ ഹദിയ ചെയ്യുന്നു റബ്ബേ, നീ അവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കണേ എന്ന് പറയുന്നൊരു സമ്പ്രദായം ഒരൊറ്റ സഹാബിയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. എന്നിട്ട് ഇബ്നു കസീർ റഹിമഹുള്ള പറയാണ്, വലൗ കാന ഖൈറാ, ഈ പ്രവൃത്തി ഒരു ഖൈറായ കാര്യമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് അതിന്റെ പ്രതിഫലം പരേതാത്മാക്കൾക്ക് വേണ്ടി ഹദിയ ചെയ്യുന്ന സമ്പ്രദായം ഒരു ഖൈറായ പണിയായിരുന്നുവെങ്കിൽ ലസബഖൂനാ ഇലൈഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് നമ്മേക്കാളൊക്കെ അത് ചെയ്യുമായിരുന്നല്ലോ. നമ്മുടെയൊക്കെ മുമ്പേ അവരത് ചെയ്യുമായിരുന്നല്ലോ, അവരതിലേക്ക് മാത്സര്യം കാണിക്കുമായിരുന്നല്ലോ. വബാബുൽ ഖുർബാത്തി, പുണ്യകർമ്മങ്ങളുടെ കവാടങ്ങൾ യുഖ്തസറു ഫീഹി അലൻ നുസൂസ്, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് വ്യക്തമായ നസ്സുകൾ, വ്യക്തമായ ടെക്സ്റ്റുകൾ വന്നതിൽ മാത്രം സൽക്കർമ്മങ്ങളെ നാം ചുരുക്കേണ്ടതാണ്. അതങ്ങനെയേ ചെയ്യാവൂ, ഇത് ചെയ്താൽ അതും കിട്ടിക്കൂടെ എന്നിങ്ങനെ ഒന്ന് മറ്റൊന്നിനെ അപേക്ഷികമായി താരതമ്യപ്പെടുത്തിക്കൂടാ. കാരണം വലായു തസറഫു ഫീഹി, സൽക്കർമ്മങ്ങളുടെ പുണ്യകർമ്മങ്ങളുടെ ആ വിഷയത്തിൽ പാടില്ല തന്നെ. ബിഅൻവാഇൽ അഖീസതി വല്ലറാ, ഖിയാസ് കൊണ്ടുവരാനോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് യുക്തിവാദം കൊണ്ടുവന്നിട്ട് ഇത് കിട്ടുമെങ്കിൽ അതെന്തുകൊണ്ട് കിട്ടിക്കൂടാ എന്നിങ്ങനെ ഒന്നിനേക്ക് മറ്റൊന്നിനെ ആ താരതമ്യം നടത്തിക്കൊണ്ട് അങ്ങനെ പുണ്യകർമ്മങ്ങളുടെ പട്ടിക വികസിപ്പിക്കപ്പെട്ടുകൂടാ. നമുക്കതിന് അവകാശമില്ല. ഏതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, 5 നേരത്തെ നമസ്കാരം അതാ നമ്മൾ ജമാഅത്തായി നമസ്കരിക്കുമ്പോ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഒരു ഹദീസിൽ റിപ്പോർട്ടിൽ 25 ദറജ, അതല്ലെങ്കിൽ 27 ഇരട്ടിയോളം ദറജയോളം പ്രതിഫലമുള്ള കാര്യമാണല്ലോ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ കിട്ടുന്നത്. അതെല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമല്ലേ? ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുകയാണ്. ആ നമസ്കാരം ഉദാഹരണമായി ഒരാൾ ളുഹർ നമസ്കാരം ഇമാമിന്റെ കൂടെ ജമാഅത്തായി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ ഇമാമിനോട് പറയുകയാണ്, ഇമാമേ പിരിഞ്ഞു പോകല്ല, നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ, ളുഹറിന്റെ ശേഷം ഒരു 2 റക്അത്ത് സുന്നത്തില്ലേ, അതല്ലെങ്കിൽ ഒരു 4 റക്അത്ത് സുന്നത്തില്ലേ, നിൽക്കൂ ഇമാമേ, നിങ്ങൾ അവിടെ തന്നെ ഞങ്ങൾക്ക് ഇമാമായി നിൽക്കൂ, ഞങ്ങളും തുടർന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ നമസ്കരിച്ചതുപോലെ നമുക്ക് ഈ റവാത്തിബ് സുന്നത്തുകളും ജമാഅത്തായി
ചെയ്തൂടെ? അപ്പൊ ഇമാമ് പറയുന്നു, ഏയ് അതങ്ങനെ ജമാഅത്തായി ചെയ്തുകൂടാ. അപ്പൊ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, എന്താ ഇമാമേ നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് പറയുന്നത്? ളുഹർ നിസ്കരിക്കുമ്പോൾ, അങ്ങനെ ഫർദ് നിസ്കരിക്കുമ്പോൾ 27 കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ രണ്ടിനും കിട്ടിക്കൂടാ? ഈ താരതമ്യത്തിന് പുണ്യകർമ്മങ്ങളിൽ വകുപ്പില്ല എന്നാ പറയുന്നത്. ഏതാണോ നസ്സ് വന്നത്, കണിശമായി കൃത്യമായ നിയമം വന്നത് ഏതാണോ അതിലേക്ക് മറ്റൊന്നിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പുണ്യകർമ്മങ്ങളുടെ പട്ടിക വികസിപ്പിച്ചുകൂടാ. ഖിയാസിന് അവകാശമുള്ളത്, താരതമ്യത്തിന് അവകാശമുള്ളത് മതവിധികൾ കണ്ടെത്തുന്നതിലാണ്, പുതിയ വിഷയങ്ങളിൽ. ഉദാഹരണമായി അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് കഞ്ചാവ് വലിക്കുന്ന പരിപാടിയില്ല. ഇന്നത്തെ ആധുനിക ലഹരിയൊന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ല. അത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്തു ചെയ്യുന്നു? ഈ പുതിയ വിഷയങ്ങളിൽ തെളിവുകൾ ഖുർആനിലും ഹദീസിലും നസ്സായിട്ട് കാണാത്തപ്പോ നമുക്കതാ ഈ വിഷയത്തെ അന്ന് വന്ന വിഷയത്തോട് താരതമ്യപ്പെടുത്തിയിട്ട് അന്നത്തെ മദ്യം, അന്നത്തെ ലഹരി നിരോധിക്കാൻ എന്താണോ നിമിത്തമായത് അതേ കാരണം ഇന്നത്തെ വസ്തുവിലും ഉണ്ടെങ്കിൽ അത് ഹറാമായതുപോലെ ഇതും ഹറാമാണ്. ഇതാണ് താരതമ്യം കൊണ്ട് അന്നത്തതുപോലെ ഇന്നത്തതും ഹറാമാകൽ. ഈ കാര്യത്തിന് സൽക്കർമ്മങ്ങളുടെ പട്ടികയിൽ അങ്ങനെ നീട്ടാൻ വകുപ്പില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുമ്പോൾ കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് ഖുർആൻ ഓതിയിട്ടും അതിന്റെ പ്രതിഫലം അവർക്ക് കൊടുക്കണേ എന്ന് ദുആ ചെയ്താ കിട്ടിക്കൂടാ എന്ന ചോദ്യത്തിന് അർത്ഥമില്ലെന്നാണ് ഈ പറയുന്നത്. അതാണ് ഇവിടെ ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞത്. സൽക്കർമാണെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അതിലേക്ക് മുൻകടന്ന് ചെയ്യും. പക്ഷേ അവരാരും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ പൊതു തത്വമാണ് ഞാൻ നിങ്ങൾ ഇപ്പൊ വിശദീകരിച്ചത് ഉദാഹരണത്തിലൂടെ. എന്ത്? വബാബുൽ ഖുർബാത്തി യുഖ്തസറു ഫീഹി അലൻ നുസൂസി വലാ യുതസറഫു ഫീഹി ബിഅൻവാഇൽ അഖീസതി വല്ലാറാ എന്ന അതിന്റെ വിശദീകരണമാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇനി പ്രിയപ്പെട്ടവരെ, അഞ്ചാമതായി എന്താണ് പ്രധാനപ്പെട്ടത് മനസ്സിലാക്കാനുള്ളത്? മനുഷ്യൻ അവന്റെ ജീവിതകാലത്ത് തന്നെ അവൻ ബാക്കിയാക്കി പോകുന്ന ചില സൽക്കർമ്മങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, സൂറത്ത് യാസീനിലെ 12-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, വനക്തുബു മാ ഖദ്ദമു വആസാറഹും. മനുഷ്യന്മാരതാ അവരെന്തൊക്കെയാണോ ദുനിയാവിൽ വെച്ച് ചെയ്തതെങ്കിൽ അതവർക്ക് വേണ്ടി നാം രേഖപ്പെടുത്തുന്നുണ്ട്. വആസാറഹും, അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനങ്ങളെയും ആസാറുകളും രേഖപ്പെടുത്തും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സംഭവമാണ്, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസതി അശ്യാ ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സാലിഹിൻ യദഉ ലഹു. ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ അവന്റെ അമലുകൾ മുറിഞ്ഞുപോയി. 3 കാര്യങ്ങൾ പ്രത്യേകം അതിന്റെ പ്രാധാന്യം റസൂലുള്ള എടുത്തു പറയാണ്. സദഖത്തിൻ ജാരിയ, അതാ നിലനിന്നുകൊണ്ടിരിക്കുന്ന ധർമ്മം. ജീവിതകാലത്ത് തന്നെ നമ്മൾ വഖഫ് ചെയ്തിട്ടുണ്ട്, ജീവിതകാലത്ത് തന്നെ നമ്മൾ ധർമ്മം ചെയ്തിട്ടുണ്ട്. ആ ധർമ്മം അത് നമ്മുടെ മരണശേഷവും നമ്മൾ ഉണ്ടാക്കിയ മദ്രസ, നമ്മൾ ഉണ്ടാക്കിയ പള്ളികൾ, നമ്മൾ ഉണ്ടാക്കിയ ഏതെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അങ്ങനെ നമ്മൾ വഖഫ് ചെയ്തിട്ടുള്ള നമ്മുടെ ആ നിലക്കുള്ള സദഖകൾ മരണാനന്തരവും അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് പറയുന്നത് ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ്. നാം അറിവ് നേടി, ആ അറിവ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. വിശദ വിവരം മറ്റൊരു ഹദീസിൽ വരുന്നുണ്ട്. 3-ാമത് പറയുന്നത് വലദുൻ സാലിഹിൻ യദഉ ലഹു, ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്തിനാണ്? മറ്റുള്ള എല്ലാ കർമ്മങ്ങളെക്കാളും ഉപരി മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ അത് വലിയ സമ്പാദ്യം തന്നെ. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ മക്കളെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു തരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി ഇൽമൻ അമിലഹു വനശറഹു വവലദൻ സാലിഹൻ
സാലിഹൻ തറക്കഹു വമുസ്ഹഫൻ വറസഹു ഔ മസ്ജിദൻ ബനാഹു ഔ ബൈതൻ ലിബ്നി السبيل بناه أو نهرا نجراه أو صدقة أخرجها من ماله في صحته وحياته يلحقه من بعد موته صحيحായ ഹദീസാണ്. എന്താ അതിൽ പറയുന്നത്? ഒരു മുഅ്മിനായ മനുഷ്യനോടതാ ചെന്ന് ചേരുന്നതാണ്, ഒരു മുഅ്മിനായ മനുഷ്യനിലേക്ക് ചേരുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് മിൻ അമലിഹി, അവന്റെ അമലുകളിൽ നിന്ന്, വഹസനാതിഹി, അവന്റെ നന്മകളിൽ നിന്നും, ബഅദ മൗതിഹി, മരിച്ചു കഴിഞ്ഞാലും നമ്മുടേതായ ഹസനാത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒഴുകിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളാണ്. അതിൽപ്പെട്ടതാണ് ഒന്നെന്ത്? ഇൽമൻ അമിലഹു വനശറഹു. ജീവിതകാലത്ത് പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മിലേൽപ്പിച്ച ബാധ്യതയാണ്. അല്ലാഹനെ അറിയണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയണേ, ഇസ്ലാം പഠിക്കണേ, ഈമാൻ പഠിക്കണേ, ദീനിനെ പറ്റി വിവരം വേണം. ആ ഇൽമൊരാൾ പഠിച്ചോ, അതനുസരിച്ച് അമലി ചെയ്തു, വനശറഹു, അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതെന്റെയും നിങ്ങളുടെ ഒക്കെ ബാധ്യതയാണ്. നമ്മൾ ഇൽമ പഠിക്കുക. ആ ഇൽമ എന്തിനാ പഠിക്കണേ? എനിക്ക് അമല് ചെയ്യാനാ. ഞാൻ അമല് ചെയ്ത് നന്നായി മറ്റുള്ളവരോടും അത് തന്നാലാകുന്ന നിലക്ക് ഉപദേശിച്ചും പറഞ്ഞും സംസാരിച്ചും, ഓരോ നിലക്ക് എങ്ങനെയൊക്കെയാണ്. ഓരോരുത്തർക്കും പല കഴിവുകളാണ്. പഠിച്ച ഇൽമ മറ്റൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ചിലർക്ക് എഴുതാൻ കഴിയും, ചിലർക്ക് പ്രസംഗിക്കാൻ കഴിയും, ചിലർക്ക് ഫോൺ സംഭാഷണത്തിലൂടെ കഴിയും, ചിലർക്കതാ വളരെ സ്വകാര്യമായി ഒരു മിനിറ്റ് ഒരാളെ അടുത്ത് കിട്ടിയാൽ മതി, അവനത് ഉപയോഗപ്പെടുത്തും. ഒരാൾക്ക് ചിലപ്പോൾ മറ്റേതെങ്കിലും രൂപത്തിലായിരിക്കും. എങ്ങനെയാണോ താൻ പഠിച്ച ഇൽമെങ്കിൽ ആ ഇൽമനുസരിച്ച് താൻ അമല് ചെയ്യുകയും, ആ അമല് വിതരണം, ആ ഇൽമ വിതരണം ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്താൽ, അതിലൂടെ നന്നായ ആളുകളുണ്ടെങ്കിൽ, ഓ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചാലും ഈ ലോകത്ത് നമ്മുടേതായ പരിശ്രമത്തിലൂടെ ആരൊക്കെ നന്നായോ, അത് മക്കളാവട്ടെ, അയൽക്കാരാവട്ടെ, കുടുംബങ്ങളാവട്ടെ, നാട്ടുകാരാവട്ടെ, ആരാവട്ടെ, അവർ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലം അവർക്കൊന്നും കുറയാതെ നമുക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നു. വലിയ സൗഭാഗ്യമാണ്, വലിയ സമ്പാദ്യ, വലിയ ഓഫറാണ് അല്ലാഹു തരുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, വലദൻ സാലിഹൻ തറക്കഹു, അതാ ഒരു മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? വലദൻ സാലിഹൻ തറക്കഹു, സാലിഹായ കുട്ടിയെ ബാക്കിയിട്ട് പോയിട്ടുണ്ട് ഈ മനുഷ്യൻ. ഈ വ്യക്തി മരിച്ചു പോയപ്പോ അയാൾക്ക് സമാധാനിക്കാമല്ലോ, സാലിഹീങ്ങളായ മക്കളാണ്, സാലിഹായ സന്താനങ്ങളാണ് ബാക്കിയുള്ളതെങ്കിൽ അല്ലാഹു അത്തരത്തിലുള്ള സന്താനങ്ങളെ നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവര് സാലിഹീങ്ങളായ മക്കളെ വിട്ടുകൊണ്ടുപോയാൽ അവര് ചെയ്യുന്ന നല്ല നല്ല കർമ്മങ്ങൾ, അവരതാ ആ രൂപത്തിൽ അങ്ങനെ പ്രവർത്തിക്കുമ്പോ അത് നമുക്ക് വലിയ തണലല്ലേ, വലിയ രൂപത്തിലുള്ള സൗഭാഗ്യമാണ്. അതേ അവസരത്തിൽ മക്കളെ ആ നിലക്ക് വളർത്തിയില്ല, അതിന് പ്രോത്സാഹിപ്പിച്ചില്ല, കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ മക്കളും നാളെ നമുക്ക് എതിരല്ലേ. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ പെടാതിരിക്കാൻ നമ്മൾ ദുആ ചെയ്യണം. അതുകൊണ്ട് മക്കൾ സാലിഹീങ്ങളാകാൻ വലിയ അധ്വാനം വേണം. വമുസ്ഹഫൻ വറസഹു, മറ്റൊരു കാര്യം പറയുന്നത് എന്താണ്? ഒരു മുസ്ഹഫ് ഒരാൾ ബാക്കിയിട്ടു, അഥവാ എവിടേക്കെങ്കിലും ഒരു ഗ്രന്ഥം നൽകി, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദീന് പറയുന്ന ഒരു ഗ്രന്ഥം, അതല്ലെങ്കിൽ പ്രത്യേകം ഖുർആനാണ് എടുത്തു പറഞ്ഞത്. ഖുർആൻ ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് തന്റെ വകയായിട്ടൊരാൾ ഖുർആൻ നൽകി. ആവശ്യങ്ങളാണ് പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ടത്. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കൊടുക്കണമെന്നല്ല. ചില ഘട്ടങ്ങളിൽ നമ്മുടെ ഒരു ഖുർആനിന്റെ പരിഭാഷയുടെ കോപ്പി, അതല്ലെങ്കിൽ ആവശ്യമായ അത്തരത്തിലൊരു മുസ്ഹഫാണ് ഒരാള് നൽകുന്നതെങ്കിൽ ഔ മസ്ജിദൻ ബനാ, അതല്ലെങ്കിൽ ഒരു പള്ളി
പള്ളി ഒരാൾ എടുക്കുകയാണ്. ആ പള്ളി എടുത്തിട്ട് അവിടെ നടക്കുന്ന ആരാധനകളുടെ മുഴുവൻ പ്രതിഫലം ഒട്ടും കുറയാതെ മരണാനന്തരവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഔ ബൈതൻ ലിബ്നി സബീലി ബനാ, വഴിയാത്രക്കാർക്ക് ഇടത്താവളമായിക്കൊണ്ട് ഒരു വിശ്രമ കേന്ദ്രം ഒരാൾ പണിതു കൊടുത്തു. യാത്രക്കാർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു താവളം ഉണ്ടാക്കി കൊടുത്തു. അത് അവന്റെ മരണശേഷവും നിലനിന്നു. അതിലെത്രയാൾ താമസിച്ചു പോകുന്നു, അവനതിന്റെ പ്രതിഫലം കിട്ടേണ്. ഔ നെഹ്റൻ നജറാഹോ, അതല്ലെങ്കിൽ അവനൊരു തോട് വെട്ടി ഒരു കുളം കുഴിച്ചു, അതല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു. ജലലഭ്യതയ്ക്ക് വേണ്ടി ജലസമ്പത്തെന്ന വലിയ ഞാമത്ത് മറ്റുള്ളവർക്ക് കിട്ടാൻ വേണ്ടി അതാ എത്രയോ ആളുകൾക്ക് ഉപകരിക്കുന്ന നിലക്ക് അവനൊരു തോട് വെട്ടുകയാണ്, നദി വെട്ടുകയാണ്, അതല്ലെങ്കിൽ ഒരു കിണർ കുഴിക്കുകയാണ്, കുളം കുഴിക്കുകയാണ്. അത് കുഴൽ കിണറായാലും ആളുകൾക്ക് ശുദ്ധജലത്തിന്റെ ലഭ്യത കിട്ടാൻ വേണ്ടി ഈ രൂപത്തിലുള്ള പ്രവർത്തനം ചെയ്യുമ്പോ കിണറങ്ങ് കുഴിച്ചിട്ട് കൊല്ലങ്ങളോളമായി ഈ വ്യക്തി എന്നോ മരിച്ചുപോയി. അതാ അത് ഉപയോഗപ്പെടുത്തുന്ന ആയിരങ്ങളുടെ പുണ്യമതാ ഈ മനുഷ്യന്റെ ഹസനാത്തിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു. അതാ അവസാനം റസൂലുള്ള പറയാണ്, ഔ സ്വദഖത്തൻ, അതല്ലെങ്കിൽ സ്വദഖ അഖ്റജഹാ മിൻ മാലിഹി, തന്റെ സമ്പത്തിൽ നിന്ന് താൻ തന്നെ കൊടുത്ത സ്വദഖ, ഫീ സിഹ്ഹതിഹി, നല്ല ആരോഗ്യമുള്ള നേരത്ത് കൊടുത്തതാണ്, വഹയാതിഹി, തന്റെ ജീവിതകാലത്ത്, തന്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നല്ല ആരോഗ്യമുള്ള അവസരത്തിൽ, രോഗം വന്നിട്ട് കൊടുത്തൊന്നുമില്ല, നല്ല ആരോഗ്യമുള്ള സമയത്ത് പണത്തോട് നല്ല ആർത്തിയൊക്കെ ഉള്ള കാലത്ത് തന്നെ താൻ ചെയ്ത സ്വദഖയുണ്ടെങ്കിൽ അതും പ്രിയപ്പെട്ടവരെ യൽഹഖുഹു മിൻ ബഅദി മൗതിഹി, മരണാനന്തരം അവനിലേക്ക് അവന്റെ ഹസനാത്തായിക്കൊണ്ട് ചെന്നു ചേരുക തന്നെ ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇനി പ്രിയപ്പെട്ടവരെ, ജീവിതകാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലാതെ തെറ്റായ ഒരു കാര്യത്തിനും നേതൃത്വം കൊടുത്തുകൂടാ. കഴിയുന്നത്ര നന്മയ്ക്ക് വേണ്ടിയേ നേതൃത്വം കൊടുക്കാവൂ. കാരണം അതുകൂടി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ, ഇസ്ലാമിലെ ഒരു പുണ്യകർമ്മമായ ഒരു കാര്യം അത് സമൂഹത്തിൽ ആരും ചെയ്യുന്നില്ല. ഒരാൾ അതിന് തുടക്കം കുറിച്ചപ്പോൾ ആളുകളൊക്കെ അത് മാതൃകയാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയെങ്കിൽ ആ സൽക്കർമ്മത്തിന്റെ പ്രതിഫലം അവനുണ്ട്. വാജറുമൻ അമില ബിഹാ ബഅദഹു, അവന്റെ കാലശേഷം ആരൊക്കെ ആ സൽക്കർമ്മം പ്രവർത്തിക്കുന്നുവോ അവരുടെയൊക്കെ പ്രവർത്തനത്തിന് അതാ പ്രതിഫലത്തിന്റെ തുല്യമായ പ്രതിഫലം ഇവനും കിട്ടിക്കൊണ്ടിരിക്കുന്നു. മിൻ ഗൈരി അൻ യൻഖുസ മിൻ നുജൂരിഹിം ശൈഉൻ, പ്രവർത്തിക്കുന്നവരുടെ ആ പുണ്യത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതല്ല, അവർക്കൊട്ടും കുറവ് വരൂല, അല്ലാതെ തന്നെ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ നമ്മൾ ഭയപ്പെടണം. തോന്നിയാസം തുടങ്ങി വെക്കല്ല, തോന്നിയാസത്തിന് പ്രേരിപ്പിക്കല്ല, തെറ്റായ ഒരു കാര്യത്തിന് ഒരാളോട് പറഞ്ഞുകൂടാ. കാരണം അവൻ സന്ന സുന്നത്തൻ ഫിൽ ഇസ്ലാമി സയ്യിഅത്തൻ കാന അലൈഹി വിസ്റുഹാ وبزر من عمل بها من بعده من غير أن ينقص من أوزارهم شيء. ഒരു തോന്നിവാസമായ കാര്യമാണ് ഒരാൾ തുടക്കം കുറിച്ചതെങ്കിൽ, പ്രേരിപ്പിച്ചതെങ്കിൽ, നേതൃത്വം കൊടുത്തതെങ്കിൽ, ഓ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ TV വെക്കുമ്പോ ശ്രദ്ധിച്ചോ, ചാനൽ എടുക്കുമ്പോ ശ്രദ്ധിച്ചോ, കണക്ഷൻ എടുക്കുമ്പോ ശ്രദ്ധിച്ചോ. അത് വെച്ചുകൊണ്ട് നീ ഇങ്ങോട്ട് കയറി പോന്നിട്ട് നിന്റെ മക്കൾ കാണുകയാണ്, ഭാര്യ കാണുകയാണ്, പോരാ അയൽക്കാരും വരെ വിളിച്ചു വരുത്തിയിട്ട് നിന്റെ വീട്ടൊരു വലിയ രൂപത്തിലുള്ള പ്രദർശനത്തിന്റെ റൂമും ഹാളുമൊക്കെ ആയി മാറുമ്പോ നീ വെച്ചുകൊടുത്ത ആ രൂപത്തിൽ നീ മരിച്ചുപോയാലും ആ തിന്മ കണ്ടിട്ട് എത്ര പേര് പിഴച്ചുപോയോ, അവരുടെയൊക്കെ തിന്മയുടെ പ്രതിഫലം അവർക്കൊട്ടും കമ്മി വരാതെ നിനക്കും ഖബറിലേക്ക് വരുന്നു, നിന്റെ അമലിലേക്ക് എഴുതപ്പെടുകയാണ്. അതേ അവസരത്തിൽ നല്ലൊരു കാര്യത്തിന് ചെലവാക്കിയതാണ്, പള്ളിക്ക് കൊടുത്തതാണ്, മദ്രസക്ക് കൊടുത്തതാണ്, ഒരു CD വിതരണം ചെയ്തതാണ്,
ആരാണ് ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് ഇസ്ലാമിക പ്രബോധന പ്രചരണത്തിൽ നീ പങ്കാളിയായതാണെങ്കിൽ അത് കേട്ടത് വായിച്ചതിലേക്ക് പങ്കെടുത്ത് എത്രയാളുകൾ നന്നായി പോയോ അവര് ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അവർക്കൊട്ടും കമ്മി വരാതെ നിനക്ക് കൂടി കിട്ടുന്നു എന്ന് വന്നാൽ ഇത്ര വലിയ ബിഗ് ഓഫർ അള്ളയല്ലാതെ ആരാണ് തരുന്നത്? പക്ഷേ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇതൊക്കെ ചിന്തിക്കാനും ആലോചിക്കാനും എത്ര പേര് നമ്മുടെ കൂട്ടത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നു? അതാണ് ആലോചിക്കേണ്ടത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കിനി അതൊക്കെ നോക്കണം. അത് നോക്കാൻ ഞാൻ രക്ഷയുണ്ടോ? മരണശേഷം നമുക്കിനി ഖബറിൽ വെച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. തിരിച്ചു വന്ന് ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും നടപ്പില്ലല്ലോ. അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലമത്രയും അറിഞ്ഞുകൊണ്ട് ഹറാം ചെയ്യാതെ, അറിഞ്ഞുകൊണ്ട് ഹറാം കാണാതെ, അറിഞ്ഞുകൊണ്ട് ഹറാം തിന്നാതെ, അറിഞ്ഞുകൊണ്ട് ഹറാമിനോട് സഹകരിക്കാതെ മുഅ്മിനായി ജീവിക്കുക, മുത്തഖിയായി ജീവിക്കുക. അങ്ങനെ നമുക്ക് കഴിയുന്നത്ര അതാ നമ്മുടെ ഖബറിലും ശാന്തി കിട്ടാൻ ആവശ്യമായ അതിലേക്ക് വരാൻ സാധ്യതയുള്ള സൽക്കർമ്മങ്ങൾ ഏതാണെങ്കിൽ കഴിയുന്നത്ര അതാത്മാർത്ഥമായി ആരുമറിയാതെ സ്വകാര്യമായി ചെയ്തു വെച്ചാൽ ഇൻഷാ അല്ലാഹ് വലിയ ഒരു സമ്പാദ്യമായിരിക്കും നമ്മുടെ ഹസനാത്തുകളുടെ പട്ടികയിലേക്ക് കടന്നു കയറുന്നത്. അതിന് നമുക്ക് സാധ്യമാകണം, അതിന് പ്രാർത്ഥിക്കണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ നിലക്കുള്ള രൂപത്തിലുള്ള സൗഭാഗ്യങ്ങൾക്ക് കൂടി നാം അർഹരായി തീരണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്തെ അതിനു വേണ്ട സമ്പാദ്യങ്ങൾ, അതിനു വേണ്ട അധ്വാനങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകണം. ആ അധ്വാനവും പരിശ്രമവുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകരിക്കുക. അതുകൊണ്ട് ആ രൂപത്തിൽ ചിന്തിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രൂപത്തിലുള്ള കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് ശമനം നൽകുമാറാകട്ടെ. സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, ആ നിലക്കുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ദിനം ഏറ്റവും സൗഭാഗ്യപൂർണമായ സന്തോഷത്തിന്റെ ദിവസമാക്കി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ العليم وتب علينا إنك أنت التواب الرحيم اللهم أجرنا وأجر والدينا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.